രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. രണ്ട് റോയൽ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മുൻതൂക്കം ബാംഗ്ലൂരിന് തന്നെയാണ്. കാരണം അവർ ഓൾറെഡി ഒരു എലിമിനേറ്റർ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരെ പുറത്താക്കിയാണ് ഡുപ്ലിസിയും പിള്ളേരും വരുന്നത്. കോഹ്ലി, ഡുപ്ലിസി, പട്ടീദാർ, ഗ്രീൻ, മാക്സ്വെൽ, കാർത്തിക്, മഹിബാൽ ഈ പേരുകൾ കേട്ടാൽ തന്നെ ഏത് വമ്പൻ ബോളിംഗ് നിരയും ഒന്ന് വിയർക്കും. മാക്സ്വെൽ മാത്രം മതി ഒറ്റയ്ക്ക് ബോളിങ്ങിനെ പിച്ച് ചീന്താൻ. ബോളിങ്ങിൽ കൂടി തൻ്റെ മികവ് താരം പ്രകടിപ്പിക്കുന്നുണ്ട്. ഉറപ്പായും ജയ്സ്വാളിനെതിരെ RCB മാക്സ്വെലിനെ പ്രയോഗിക്കും. സഞ്ജു സാംസണെ പലതും തെളിയിക്കാനും T20 ലോകകപ്പിൽ തൻ്റെ സ്ഥാനം ഉറപ്പിക്കാനും കുറഞ്ഞത് ഒരു 50 എങ്കിലും നേടണം. പരാഗിനെ ഒഴിച്ച് മറ്റാരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് രാജസ്ഥാനുള്ളത്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ തുടരുന്നതിനാൽ മഴയ്ക്കും മത്സരഫലത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്. മെയ് 22 ബുധനാഴ്ചയാണ് അഹമ്മദാബാദിൽ മത്സരം നടക്കുക. RCB തങ്ങളുടെ തുടർച്ചയായ 7ാം വിജയമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. തൻ്റെ ടീമിനെ ഒന്നാകെ പ്രചോദിപ്പിക്കാൻ കോഹ്ലിക്ക് കഴിയുന്നുണ്ട്. എന്നാൽ രാജസ്ഥാൻ നിരയിൽ അങ്ങനെ ഒരാൾ ഇല്ല. സഞ്ജു ക്യാപ്റ്റൻ കൂളാണെങ്കിലും തുടർ പരാജയം താരത്തിന് മേൽ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓപ്പണിംഗിൽ ജയ്സ്വാൾ ഉത്തരവാദിത്തം കാണിച്ചു തീരൂ. കൂടെ ഇറങ്ങുന്ന യുവതാരത്തെ ചേർത്ത് നിർത്തി കുറഞ്ഞത് പവർ പ്ലേ എങ്കിലും 70-നടുത്ത് സ്കോർ നേടി പൂർത്തിയാക്കണം. ടോസ് ആര് നേടിയാലും ബോളിംഗ് ആയിരിക്കും തിരഞ്ഞെടുക്കുക. അതിനാൽ ആദ്യം ബാറ്റ് ചെയ്യുന്നവർ മികച്ച സ്കോർ നേടിയേ തീരൂ. വിൽ ജാക്സ് മടങ്ങിയത് RCBയെ കാര്യമായി ബാധിച്ചിട്ടില്ല. എന്നാൽ ജോസ് ബട്ട്ലറിൻ്റെ വിടവ് രാജസ്ഥാൻ ഇതുവരെ നികത്താനായിട്ടില്ല. രാജസ്ഥാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ RRന് ആരാധകർ കൂടുതൽ കേരളത്തിലായിരിക്കും. ഒരു മലയാളി ക്യാപ്റ്റൻ കപ്പ് നേടുക എന്നത് ചെറിയ കാര്യമല്ല. സപ്പോർട്ട് ചെയ്യാം സഞ്ജുവിൻ്റെ മികച്ച പ്രകടനത്തിലും വിജയത്തിനുമായി. മികച്ച കളി പുറത്തെടുക്കുന്നവർ വിജയിക്കട്ടെ.